നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, ആ വിവാദത്തിനൊരു അവസരമുണ്ടാക്കി കൊടുക്കൂലേ എന്നാണ് മമ്മൂട്ടി സൗദ്ദേശത്തോടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഈ ബട്ടൺ സാധാരണ ബട്ടൺ എല്ലാവർക്കും ഉണ്ടല്ലോ, എന്നാൽ ചില ബട്ടൺ ക്യാമറയായിരിക്കും. ആദ്യത്തെ ബ്ലാസ്റ്റിങ്ങിൻ്റെ സ്വിച്ച് ഓൺ നടത്തിയപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ അമിട്ട് പൊട്ടുകയായിരുന്നു. എന്താ അവരുടെ മനസ്സിലുള്ള ആഹ്ലാദം! ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വെച്ചാൽ ഇന്നലെയല്ല, മെനയാന്ന് ഒരു 3 പരിപാടികളിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിലൊന്ന് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്കുള്ള റോഡ്. ആ റോഡിൽ പോയവർ പലരും ഇവിടെ കാണും. ആ റോഡിൻ്റെ അവസ്ഥ, നമുക്കെല്ലാ വർഷവും മഴയുണ്ട്. ആ മഴ ചിലപ്പോൾ വളരെ കനത്തതായിരിക്കും. കനത്ത മഴ വന്നോ റോഡിൽ വെള്ളമാണ്. പിന്നെ കുറച്ച് നാൾ ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. ഇതായിരുന്നു ആ റോഡിൻ്റെ അവസ്ഥ. 2018 അവിടെ മഹാപ്രളയം നമ്മുടെ കേരളത്തിലുണ്ടായപ്പോൾ ആ റോഡ് ഏറെക്കുറെ പൂർണ്ണമായി തകർന്നുപോയി. അപ്പോൾ പൊതുവായ തീരുമാനം നമ്മളെടുത്തു, തകർന്നത് അതേപോലെ പുനർനിർമ്മിക്കലല്ല, ഇനിയൊരു പ്രളയമുണ്ടായാൽ തകർക്കാനാവാത്ത രീതിയിലുള്ള പുനർനിർമ്മിതി, അതാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. അതിൻ്റെ ഭാഗമായി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പുതുതായി ആധുനിക രീതിയിൽ നിർമ്മിക്കാൻ നിശ്ചയിച്ചു. ആ റോഡിൻ്റെ പൂർത്തീകരണം അവിടെ ആലപ്പുഴയിലും കോട്ടയത്തുമുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവരുടെയെല്ലാം മുഖത്ത് വൻ സന്തോഷം. ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ, അതിലെ യാത്ര ചെയ്യാൻ കഴിയുന്നതിലുള്ള അതിയായ സന്തോഷം. അന്ന് തന്നെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തു. അതും ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. പെരുമ്പളം പാലം. പെരുമ്പളം പാലം അവിടെ ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ കുറച്ച് ആയിരങ്ങളേ ഉള്ളൂ. അവർക്കൊരു കാലത്തും പുറത്ത് ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ മറ്റ് ഗതാഗത സൗകര്യമില്ല. ആകെ വള്ളം ആശ്രയിക്കണം. വലിയ പ്രയാസം. അവരെല്ലാ കാലത്തും ആഗ്രഹിക്കാറുണ്ട് ഒരു പാലം വേണം. പക്ഷെ പാലം പ്രായോഗികമല്ല. കാരണം അത്ര വലിയ പാലമാണ് വേണ്ടത്. അവരൊരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു. 2016 LDF സർക്കാർ വന്നപ്പോൾ ആ ദ്വീപ് നിവാസികളുടെ ആഗ്രഹം സഫലീകരിക്കാൻ തീരുമാനിച്ചു. കിഫ്ബിയാണ് അതിനും പണം ചെലവിട്ടത്. ആ പാലം 2021 LDFനെ തന്നെ വീണ്ടും അധികാരത്തിലേറ്റി എന്നുള്ളത് കൊണ്ട് പൂർത്തിയാക്കാനായി. എന്തൊരു സന്തോഷം ആളുകളുടെ മുഖത്ത്! ആ പാലമാണെങ്കിൽ വലിയൊരു ആകർഷക കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വലിയ പാലം. അപ്പോൾ അവിടുത്തുകാർ മാത്രമല്ല, എല്ലാ ജില്ലയിൽ നിന്നുമുള്ള ആളുകൾ അവിടെ പാലം കാണാനെത്തുന്നു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നു. ആ പാലത്തിൻ്റെ ഘട്ടത്തിലാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടത്. അവിടെ പാലത്തിന് ഇട്ട കളറുകളുണ്ടായിരുന്നു. അത് മഴവില്ലിൻ്റെ നിറങ്ങൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നിറം, ആ മഴവില്ല് എല്ലാവരുടെയും മനസ്സിലുദിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി എന്ന്. അത്രമാത്രം എല്ലാവരും സന്തോഷിക്കുന്ന നില. അത് കഴിഞ്ഞ്
ഒരു പരിപാടി എറണാകുളത്തായിരുന്നു. ആ പരിപാടി ചെല്ലാനത്തായിരുന്നു. ചെല്ലാനം നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. നല്ല മഴ വന്നോ, കടലിലൊരു ക്ഷോഭമുണ്ടായോ, ചെല്ലാനത്തെ വീടുകളിലെല്ലാം വെള്ളമാണ്. അത്ര കണ്ട് വെള്ളം അടിച്ചു കയറും. എപ്പോഴും വലിയ ഭീതിയിലായിരുന്നു ചെല്ലാനം നിവാസികൾ. നിരന്തരമായ ആവശ്യം അവിടെ കടൽ ഭിത്തി വേണമെന്നുള്ളത്. അതിന് പരിഹാരം കാണാൻ തീരുമാനിച്ചു. കിഫ്ബിയിലൂടെയാണ് പണം കണ്ടെത്തിയത്. ടെട്രോപാഡ് ഉപയോഗിച്ചുകൊണ്ട് കടൽ ഭിത്തിയിട്ടു. വലിയ ആശ്വാസം. ആദ്യമായി കടൽക്ഷോഭമൊക്കെ വരുന്ന കാലത്ത്, മഴക്കാലത്ത്, കാലവർഷക്കാലത്ത് ചെല്ലാനം നിവാസികൾ വീട്ടിൽ ഭയപ്പാടില്ലാതെ കിടന്നുറങ്ങി, വെള്ളം കയറാതെ കിടന്നുറങ്ങി. പക്ഷേ ഒരു ഭാഗം മാത്രമേ ആയുള്ളൂ. മറ്റൊരു ഭാഗവും കൂടി വേണമായിരുന്നു. അപ്പോൾ ഈ പരിപാടി പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനവും മറ്റേ ഭാഗത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവുമായിരുന്നു. എന്താ അവരുടെ മനസ്സിലുള്ള ആഹ്ലാദം! ആബാലവൃന്ദം ജനങ്ങൾ അങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയായിരുന്നു. വൻപിച്ച സന്തോഷം എല്ലാവരും രേഖപ്പെടുത്തുകയായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷമാണല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിവാസി പ്രദേശം, അവിടത്തേക്കൊരു പാലം, ഗതാഗത സൗകര്യം നേരത്തെ സ്വപ്നം കാണുന്നത് മാത്രമാണ്. അത് പൂർത്തിയാക്കിയ പരിപാടിക്ക് ചെന്നപ്പോഴും ഇതേ രീതിയിലുള്ള സന്തോഷമാണ് കാണാൻ കഴിഞ്ഞത്. വലിയ തോതിൽ ആളുകൾ പങ്കെടുക്കാത്ത ഒരു പരിപാടിയിൽ ഈ സമയം ഞാൻ പങ്കെടുത്തു. അത് വയനാട്ടിലേക്കുള്ള തുരങ്കപാതയുടെ ആദ്യത്തെ ബ്ലാസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാനായിരുന്നു. അതിന് നിയന്ത്രിതമായ ആളുകളെ മാത്രമേ അവിടെ പങ്കെടുപ്പിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ ആദ്യത്തെ ബ്ലാസ്റ്റിങ്ങിൻ്റെ സ്വിച്ച് ഓൺ നടത്തിയപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ അമിട്ട് പൊട്ടുകയായിരുന്നു. അത്ര വലിയ ആഹ്ലാദമാണ് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെല്ലാം ഉള്ളവർക്കുണ്ടായത്. അത്ര വലിയ യാത്രാ സൗകര്യം വരാൻ പോകുന്നു. ഇതിൻ്റെ മറ്റൊരു ഘട്ടമാണ് കണ്ടത്. വയനാട് ചെന്ന് അവിടുത്തെ നമ്മുടെ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ്, അതിൻ്റേതായ ഉദ്ഘാടനം നിർവഹിക്കാൻ ചെന്നപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് കാണാൻ കഴിഞ്ഞത്. ആ 178 കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിലുള്ള വീടുകൾ പൂർത്തിയാകുന്നു. എല്ലാവരും അതീവ സന്തോഷത്തിൽ. വീട്ടുകാർ മാത്രമല്ല, നാട്ടുകാർ മാത്രമല്ല, ആശ്ചര്യമായിരുന്നു. ഏറെക്കുറെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ അവിടെ എത്തിപ്പെട്ടു. എന്തിനാണ് അവർ അങ്ങനെ എത്തിപ്പെട്ടത്? അവരെ ആരെങ്കിലും പ്രത്യേകം ക്ഷണിച്ചതാണോ? അവർ സ്വയമേവ എത്തുകയാണ്. നമ്മുടെ റവന്യൂ മന്ത്രി കാലത്ത് തന്നെ അവിടെ ചെന്ന് കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിലരോട് സംസാരിക്കുമ്പോൾ ചിലർ ആലപ്പുഴ ജില്ലയിൽ ചെന്നവരാണ്, ചിലർ ഈ ജില്ലയിൽ ചെന്നവരാണ്, തിരുവനന്തപുരം ജില്ലയിൽ ചെന്നവരാണ്. ഇതൊക്കെയാണ് ആളുകളുടെ മനോഭാവം. നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ എത്തിപ്പെടുകയായിരുന്നു. അത് ആ 178 കുടുംബങ്ങൾക്കുള്ള ആശ്വാസം മാത്രമല്ല, നമ്മുടെ നാട് എങ്ങനെ കരുതലോടെ ആളുകളെ ചേർത്ത് പിടിക്കുന്നു, ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇങ്ങനെ ആരും ക്ഷണിക്കാതെ
ഒരുപാട് ആളുകൾ അവിടെ എത്തിപ്പെട്ടു. അക്കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ കേരളത്തിൻ്റെ മലയാളിയുടെ മഹാനടൻ മമ്മൂട്ടി. ആ സന്ദർശനം അദ്ദേഹം ആരെയും അറിയിച്ചുകൊണ്ട് പോയതല്ല. അദ്ദേഹത്തിന് തോന്നുന്നു അവിടെ എത്തണമെന്ന്. കാരണം എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളിൽ പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരിൽ ഒരാളാണ് മമ്മൂട്ടി. നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം അദ്ദേഹം ഇടപഴകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ചെന്നൈയിൽ നിന്ന് നന്നേ കാലത്ത് കണ്ണൂരെത്തി, കണ്ണൂരോ കോഴിക്കോട് എത്തി, അവിടുന്ന് കോഴിക്കോടാണ് എത്തിയത്, അവിടുന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അത് കാണുക, അതിൻ്റെ ഭാഗമാവുക എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ആ നല്ല മനസ്സോടെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. നമ്മുടെ നാട്ടിൽ എന്തിനേയും വിവാദമാക്കാൻ തയ്യാറാകുന്ന ആളുകളുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തെ അവിടെ വീടുകളെല്ലാം സന്ദർശിക്കുന്നു. അതിൻ്റെ ആൾക്കാരുണ്ട് അവിടെ, എല്ലാ ഘട്ടത്തിലും അവരുണ്ട്. അവർ വീടുകൾ കാണിച്ചു കൊടുക്കുന്നു, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ നല്ല നിലക്ക് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ആ ജില്ലയിലുള്ള CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി റഫീഖ്. ആ ചെറുപ്പക്കാരനും അവിടെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ ആരെയും അറിയിച്ചുകൊണ്ടുള്ള യാത്രയല്ല മമ്മൂട്ടിയുടേത്. സ്വാഭാവികമായി അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതല്ലാലോ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അത് മറ്റു രീതിയിൽ ചിത്രീകരിക്കപ്പെടില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ എന്തും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, ആ വിവാദത്തിനൊരു അവസരമുണ്ടാക്കി കൊടുക്കൂലേ എന്നാണ് മമ്മൂട്ടി സൗദ്ദേശത്തോടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഇത് തീർത്തും വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യമാണ്, ഒരു ക്യാമറയുടെയും മുന്നിൽ പറഞ്ഞതല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ക്യാമറയും ശരീരത്തിൽ വെച്ച് നടക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ ഇവരുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഷർട്ടിന് ബട്ടണുണ്ട്. ഈ ബട്ടൺ സാധാരണ ബട്ടൺ എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നാൽ ചില ബട്ടൺ ക്യാമറയായിരിക്കും. നമ്മുടെ പോക്കറ്റിൽ പേനയുണ്ട്, ചില പേന ക്യാമറയായിരിക്കും, നമ്മളറിയില്ല. അപ്പോൾ ഇത് വിവാദമാക്കാൻ താല്പര്യമുള്ളവർ വലിയ തോതിൽ വിവാദമാക്കിയിട്ടു. എന്തോ ഇയാളെ അവമാനിച്ചു, മമ്മൂട്ടി ക്ഷുഭിതനായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ആദ്യമേ തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന വാർത്തകൾ അതിൻ്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമത്ത് മമ്മൂട്ടിയെ വലിയ തോതിൽ ആക്രമിക്കുന്നുവെന്നാണ്. എന്തൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് നോക്കണം. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ നന്മ മാത്രം വിചാരിച്ച് കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി പൂർത്തിയാക്കിയ ഒരു പരിപാടി കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിനെ അറിയിച്ചില്ല, രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചില്ല, ആരോടും ഡിസ്കസ് ചെയ്തിട്ട് പോയതല്ല. അദ്ദേഹത്തിന് സ്വന്തമായി പോകണമെന്ന് തോന്നി. സ്വാഭാവികമല്ലേ ഇത്? അങ്ങനെ ഒരുപാട് ആളുകൾ ചെന്നല്ലോ അവിടെ. എന്തിനാണ് അത് വിവാദമാക്കിയത്? ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ, ചിലർ ഈ കാര്യത്തിൽ CPIM-ൻ്റെ
സോഷ്യൽ മീഡിയ പോരാളികൾ വലിയ തോതിൽ മമ്മൂട്ടിയെ ആക്രമിച്ചു എന്ന വാർത്തയാണ്. CPIM-ൻ്റെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമായോ? മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും വരാറുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. ഏതായാലും കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് CPIM-ൻ്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ അത്തരത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുക എന്നത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ ആരുടെയും നിയന്ത്രണത്തിലല്ല. അതിലിടപെടുന്നവർ അവർക്ക് തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് വരും. മമ്മൂട്ടിയെ പോലുള്ള ഒരു മഹാനടനെ മനസ്സിലാക്കാൻ കഴിയണമായിരുന്നു എന്നത് മാത്രമേ ആ കൂട്ടത്തിൽ പറയാനുള്ളൂ. ഏതായാലും അവിടെ റഫീഖ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെ നല്ലൊരു കാര്യത്തെ ചീത്തയാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇത് നമ്മുടെ നാട്ടിന് പൊതുവിൽ ഗുണകരമായിട്ടുള്ള ഒന്നല്ല. നന്മയെ തിരിച്ചറിയാനാവണം, നന്മയുടെ കൂടെ നിൽക്കാനാവണം. അതിനെതിരെ വക്രീകരണവുമായിട്ട് വരുന്നവരെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണം, അതിനുള്ള വിവേകം വേണം. ആ വിവേകത്തോടെ ആയിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ ആരായാലും ഇടപെടുന്നത്. ഇത് നമുക്കെല്ലാം ഒരു അനുഭവ പാഠമാണ് എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്.